ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് ഒന്ന് ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പ്രസൻറ്റബിൾ ആയിട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പട്ടിണി കിടന്ന് വെയിറ്റ് ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും പെട്ടെന്ന് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാമെന്നുള്ള ആ ഒരു പരക്കമ്പാച്ചിലിനിടയിൽ പട്ടിണി കിടന്ന് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും പട്ടിണി കിടന്നിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണത്, എന്തായാലും പട്ടിണി കിടന്നിട്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് സാലഡ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കിട്ടുകയും ചെയ്യണം. എന്നാൽ നമുക്ക് നമ്മുടെ വണ്ണം കുറയണം അല്ലെങ്കിൽ വയറ് കുറയണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉള്ളപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതലും നമ്മുടെ ആ ഒരു ഡയറ്റിൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സാലഡാണ്. അങ്ങനെയുള്ള ഒരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ അടിപൊളി ടേസ്റ്റി ഹെൽത്തി സാലഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് ക്യാബേജ് വേണം കേട്ടോ. തൈറോയിഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ക്യാബേജ് വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ബീൻസൊക്കെ ഒന്ന് ഹാഫ് ബോയിൽ ചെയ്ത്, നന്നായിട്ട് കുക്ക് ചെയ്തിട്ടില്ല, ഹാഫ് ബോയിൽ ചെയ്ത ബീൻസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുക്കുംബർ വേണം. എനിക്ക് കിട്ടുന്ന കുക്കുംബർ ഈ ടൈപ്പാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാ കുക്കുംബർ കേട്ടോ. സാലഡിന് നമ്മൾ ഉപയോഗിക്കുന്ന കുക്കുംബറാണ് വേണ്ടത്. പിന്നെ ഒരു ഓറഞ്ച്, ഇപ്പോൾ ഓറഞ്ച് അല്ലാണ്ട് മുസമ്പിയൊക്കെ കിട്ടിയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റ് കൊടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ് വേണം. ഇത് കണ്ടു കഴിഞ്ഞാൽ മല്ലിയില പോലെ തന്നെ ഇരിക്കും പാഴ്സ്ലി ലീവ്സ്. അപ്പോൾ ഞാനിതിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് എന്താണ് സാധനം എന്ന് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അയമോദകത്തിൻ്റെ ഇലയാണിത്. അങ്ങനെയാണ് എനിക്കിത് മനസ്സിലായത്. കാരണം ഇത് കാണുമ്പോൾ മല്ലിയില പോലെ തന്നെ ഇരുന്നതുകൊണ്ട് ഇത് മല്ലിയിലയും ഇത് ഒന്നാണോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് അയമോദകത്തിൻ്റെ ഇലയാണെന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് കുറച്ച് സാലഡ് മാത്രം മതി എന്നുള്ളത് കൊണ്ട് കുക്കുംബറിൻ്റെ കുറച്ച് ഭാഗം, ഒരു 1/3 ഭാഗം മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം അത്രയും മതി എനിക്ക്. പിന്നെ ക്യാബേജ് ആണെങ്കിലും അതിൻ്റെ പുറത്തെ ആ ഒരു പോളയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുക്കുന്നില്ല, അതിലും കുറച്ചും കൂടെ കുറച്ച് ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. ഒരു 1/3 പറയാം. പിന്നെ ഓറഞ്ച് ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫുഡ് വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ വയറൊന്നും നിറയുന്നിടം വരെ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരളവിൽ നമ്മൾ കഴിച്ചാൽ മതി. സാലഡ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടും ഒരുപാട് അളവ് കഴിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് അളവ് നമ്മൾ കഴിക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് അത്ര എളുപ്പമായിരിക്കത്തില്ല. പിന്നെ ഒരു മുട്ടയാണ് ഞാൻ എടുക്കുന്നത്, ഒരു പുഴുങ്ങിയ മുട്ട. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിന് നമ്മൾ ഇച്ചിരി ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ക്യാബേജ് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ക്യാബേജ് ഞാനിങ്ങനെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊത്തിപ്പൊടിച്ച് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരിഞ്ഞെടുക്കാം. അല്ലാതെ എങ്ങനെ ഇന്ന രീതിയിൽ തന്നെ അരിയണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. കാണുമ്പോൾ ഒരു ഭംഗി, നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അത് നമ്മൾ നല്ല പ്രസൻറ്റബിൾ ആയിട്ടിരിക്കുമ്പോൾ നമുക്കത് കഴിക്കാനൊരു താല്പര്യം കൂടുതൽ തോന്നാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് രീതിയിൽ അരിഞ്ഞെടുക്കാൻ പറ്റുന്നോ ആ രീതിയിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ആ അരിഞ്ഞ ക്യാബേജിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഞെക്കി പിഴിഞ്ഞ് എടുക്കുക. വേണമെങ്കിൽ ആ ഉപ്പിട്ട് നമ്മളിതേപോലെ ഞെക്കി ഒന്ന് ഞെരടി എടുത്തിട്ട് ഈ ക്യാബേജിൻ്റെ വെള്ളം നമുക്ക് ഞെക്കി പിഴിഞ്ഞ് കളയാം കേട്ടോ. അത് ഓപ്ഷണലാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചെയ്യാം. വേണമെങ്കിൽ ക്യാബേജിൻ്റെ വെള്ളം കളയാം, അല്ലെങ്കിൽ വേണ്ട. പിന്നെ കുക്കുംബർ ഇതേപോലെ നമ്മൾ കുറച്ച് വലിപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു സാലഡ് കഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ കടിച്ചിരിക്കാനായിട്ട്, ക്യാബേജ് എന്തായാലും നമ്മളിങ്ങനെ പച്ചയ്ക്ക് ഉള്ള ക്യാബേജ് കഴിക്കുമ്പോൾ അതിങ്ങനെ കടിച്ചിരിക്കും. ആ കൂടെ കുക്കുംബറും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞിടുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സാലഡിൻ്റെ ആ ഒരു ടേസ്റ്റിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന സാധനം ഈ ഓറഞ്ച് എന്ന് പറയുന്നതാണ്. കാരണം നമ്മുടെ സാലഡിനൊരു പുളി കൊണ്ടുവരുന്നത് ഈ ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് പുളിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ ഒരു ഓറഞ്ചും കൂടെ ഒക്കെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഓറഞ്ച് തന്നെ വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസമ്പി ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മുസമ്പി ശരിക്കും നമുക്ക് ഫാറ്റ് കട്ടാവാൻ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ. നമുക്കതിൻ്റെ ഒരു വില അത്രയ്ക്ക് നമ്മുടെ നാട്ടിൽ അതിന് അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഫാറ്റ് കട്ടാവാൻ മുസമ്പി ഭയങ്കര അടിപൊളി സാധനമാണ്. പിന്നെ നമ്മൾ മുട്ടയും അതുപോലെ തന്നെ അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ പാഴ്സ്ലി ലീവ്സും നമ്മൾ ഇത് ചേർത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കൂടെ ചേർക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ അരിഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കുറച്ച് പുളി വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസൊക്കെ പച്ചയ്ക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക, കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വേറെ ഒരു സാധനങ്ങളും
ചേർത്തിട്ടില്ല. അപ്പോൾ എനിക്കിതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ഫ്ലേവർ വേണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ വേറൊരു സാധനങ്ങളും ചേർക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ, അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഇനി ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിൽ അത് ചേർക്കാം. ഇനി അതല്ലാതെ ഇനിയിപ്പം ചെറുനാരങ്ങ നീരൊന്നും ചേർക്കേണ്ടെന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓറഞ്ചും കൂടെ എക്സ്ട്രാ ചേർത്താലും അടിപൊളിയാണ്. നമ്മൾ ഈ ഒരു സാലഡ് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ റൂമിലൊക്കെ വന്നിരുന്ന് പുറത്തോടെ ട്രെയിനൊക്കെ പോകുന്നത് കണ്ട് മലഞ്ചെരുവിലേക്ക് നോക്കിയിരുന്ന് ആ ഒരു സാലഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചില്ല് ചെയ്തൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ആ ഒരു വെജിറ്റബിൾസാണ് കഴിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു സാലഡാണ് കഴിക്കുന്നതെന്നോ ഒന്നും തോന്നില്ല. നമ്മളിങ്ങനെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വെയിറ്റ് ലോസിന് അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.